പക്ഷിപ്പനി ബാധിച്ച് ചത്തതും കൊന്നതുമായ പക്ഷികളുടെ നഷ്ടപരിഹാരവുമായി ആലപ്പുഴ ജില്ലയ്ക്ക് 2.64 കോടി രൂപ അനുവദിക്കാൻ സർക്കാരിനോട് മൃഗസംരക്ഷണ വകുപ്പ് ശുപാർശ ചെയ്തു. ഇറച്ചിക്കോഴി, മുട്ടക്കോഴി, താറാവ്, കാടക്കോഴി എന്നിവയുൾപ്പെടെ 1.5 ലക്ഷത്തോളം പക്ഷികളുടെ നഷ്ടപരിഹാര കണക്കാണ് തയ്യാറാക്കിയത്. 2 മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴി, താറാവ് എന്നിവയ്ക്ക് 200 രൂപ വീതവും അതിന് താഴെയുള്ളവയ്ക്ക് 100 രൂപ വീതവുമാണ് നഷ്ടപരിഹാരം കണക്കാക്കിയിട്ടുള്ളത്. കാടക്കോഴിയുടെ വില നിശ്ചയിക്കാത്തതിനാൽ ഏകദേശ കണക്കാണ് ചേർത്തിരിക്കുന്നത്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി 21.38 ലക്ഷം രൂപയുടെയും നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. തുക എന്ന് വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനു മുമ്പ് നഷ്ടപരിഹാരം നൽകിയ വകയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പണം നൽകാനുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തതിനാൽ വിതരണം നീളാനും ഇടയുണ്ട്. 2 മാസത്തോളമായി ജില്ലയിലെ ഇറച്ചിക്കോഴി കർഷകരും താറാവ് കർഷകരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പുതുതായി ഇറച്ചിക്കോഴിയെയും താറാവ് വളർത്തുന്നതിനും അനുമതി നൽകിയിട്ടില്ല. 2025 മാർച്ച് വരെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ താറാവ്, കോഴി വളർത്തൽ നിരോധിക്കണമെന്ന് വിദഗ്ധ സംഘം ശുപാർശ ചെയ്തിരുന്നു. ഇത് അംഗീകരിക്കുമെന്ന സൂചനയാണ് മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നതിനെതിരാണ് കർഷകർ. ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന കോഴിയിലൂടെയല്ല രോഗം പടർന്നതെന്ന് വിദഗ്ധ സംഘം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൽ നിന്നുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ഏർപ്പെടുത്തേണ്ടതില്ലെന്നാണ് അവരുടെ നിലപാട്. തമിഴ്നാട്ടിലെ പോലെ വാക്സിനേഷൻ ഊർജിതമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു.